Shining in the setting sun like a pearl upon the ocean. Come and feel me, oh feel me. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വാതിരപ്പള്ളി വാഴച്ചാൽ എന്നൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഒരു 8:30 കാണുന്ന സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കുറച്ച് മുമ്പ് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വേണ്ട, ഇത്ര നേരത്തെ ഇറങ്ങണ്ട, കാരണം അവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ച് പോയാൽ മതി. ഇപ്പോൾ 8:00 ഇറങ്ങുമ്പോൾ അങ്ങനെ പോകണമെങ്കിൽ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ്. പെട്രോളിക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ കുറേ പാടം കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ തോന്നിയപ്പോൾ അതൊക്കെ എടുത്ത്, കാരണം എനിക്ക് ഇത് പാടം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ എടുക്കാൻ തോന്നിയുകൊണ്ട് എടുക്കുന്നുണ്ട്. വ്ളോഗല്ലെങ്കിൽ ഞാൻ വെറുതെ അങ്ങനെ എടുക്കും, കാരണം ലൈക്ക് ഒരു പിന്നീടായാലും കാണാം എന്നൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ആ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഓണാക്കിയിരിക്കുകയാണ്. കാരണം നമ്മളിങ്ങനെ പോണ സമയത്ത് ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ കാണും, ആനയുടെ അതേപോലെ മാന, അങ്ങനെ പല പല പോസ്റ്റുകൾ കാണും. ഇപ്പോൾ വരും ആന, അല്ലെങ്കിൽ ഇപ്പോൾ വരും മാന എന്നിട്ട് ഇങ്ങനെ നോക്കിക്കും. ആര് വീഡിയോ ഓണാക്കി എന്നുള്ള മിച്ചം എന്നല്ലാണ്ട് ഒറ്റ മനുഷ്യന്മാർ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ലൈക്ക് ഒരു 11:30 സമയത്ത് എത്തിക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ചും കൂടിയും പോകാനുള്ളൂ അതിരപ്പള്ളിക്ക്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നേരം വയ്ക്കാൻ ഫുഡ് കഴിക്കാൻ നേരം വയ്ക്കുമല്ലോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും കൂടി ക്യാപ്ചർ ചെയ്ത് ഫോട്ടോയിൽ വ്ളോഗിൽ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താക്കുമ്പോൾ ഇപ്പം വെറുചോറ് മതി എന്നിട്ട് അവരത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി തന്നെ കഴിച്ചു. അടിപൊളിയായിരുന്നു കഴിച്ച്. ബിരിയാണി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, പ്രൈസ് ഉണ്ട് കേട്ടോ, ബിരിയാണിക്കുള്ള പ്രൈസ് ഉണ്ട്. 160 റുപ്യായിരുന്നു ബിരിയാണിക്ക്. പക്ഷേ ഒന്ന് നിൽക്കുമ്പോൾ ലാഭമാണ്, കാരണം 3 പീസ് ഉണ്ട് ചിക്കൻ, സാധാരണ 2 പീസ് ഉണ്ടാവാറ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മളെ കുരങ്ങന്മാർ നിന്ന് കണ്ടില്ലേ. അപ്പോൾ വെറുതെ അവിടെ പോയി നോക്കിയപ്പോഴാണ് ഈ ഒരു ഭംഗി കണ്ടത്. കാരണം വന്ന് നന്നായി പറയാം, നല്ല രസമുണ്ട്. കുഞ്ഞേതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതേപോലെ തന്നെ മരത്തിന്മേൽ കയറുന്നുണ്ട്. പല പലതായിട്ട് അവരവരുടേതായ എൻജോയ്മെൻറ്റ് ചെയ്യണം അവർ ലൈഫ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് കഴിഞ്ഞ് എന്താ പറയുക, അവിടെ തന്നെ ഒരു കുറച്ച് നേരമൊക്കെ നിന്ന്, കാരണം നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് എന്താ ചെയ്യുക അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. കാരണം സമയമുണ്ടല്ലോ, കാരണം എന്താ പറയുക നേരം വൈകിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചാണ് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ എന്താ പറയുക ഒരു സംഭവം കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവരും ഇപ്പോൾ പോകണവർ ഇവിടെ തന്നെ നിർത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇവിടെ നിർത്തിയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള അതിരപ്പള്ളിയുടെ കുറച്ച് ഭാഗം കുറച്ച് സ്ഥലത്ത് നിന്ന് കാണില്ല, അതേപോലെയുള്ള ഒരു സംഭവമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്തിൻ്റെ കുരങ്ങന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പണികൾ അവരും എന്ത് ചെയ്യണമുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു നല്ല ഭയങ്കരമായിട്ട് ഡ്യൂട്ടിയിലാണ്. എന്താ പറയുക, നമ്മൾ എന്താ പറയുക തല നോക്കുന്നറിയില്ല, അതാണ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ്ങിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇത് കാണാറുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്ത് അതൊക്കെ നോക്കിക്കുന്നു. അങ്ങനെ നമ്മൾ മെയിൻ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കാണുന്നത്, ഇങ്ങനെ കുറച്ച് ടോയ്സ് ഷോപ്സൊക്കെ ആയിട്ടുള്ള എന്താ പറയുക അങ്ങനത്തെ ഉണ്ട്. നമുക്ക് എന്താ പറയുക കളിപ്പാട്ടങ്ങൾ അങ്ങനെ അങ്ങനെ ആയിട്ട് ഷോപ്സുകളുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. എത്തിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റിന് നമുക്ക് ചാർജ് വരുന്നില്ല കേട്ടോ, ഒരാൾക്ക് 25 അത്ര വരണുള്ളൂ. നമുക്ക് ഈ ടിക്കറ്റ് ചാർജ് തന്നെ ഈ വാഴച്ചാലേക്ക് പോയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. കാരണം ഇവിടുന്ന് 5 കിലോമീറ്റർ പോയിട്ടാണ് ഈ വാഴച്ചാലേക്ക് എത്താം. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരാൾക്ക് 25 റുപ്യാണ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ട്രാവൽ ഫുഡ് അതൊക്കെയാണ് എക്സ്ട്രാ വരുന്ന ചിലവുകൾ. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ സ്ഥലം ഫുഡും കഴിക്കുന്നതനുസരിച്ച്. അങ്ങനെ എത്തിയിട്ട് നമ്മളവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരണം. അപ്പോഴാണ് വ്യൂ എന്ത് ചെയ്യുക കാണാൻ വേണ്ടത്. രക്ഷയില്ല ഗൈസ്. എന്താ പറയുക, ഈ വെള്ളത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും സ്ഥലം ഇഷ്ടപ്പെടും. എന്താ പറയുക, അവരൊക്കെ എന്തായാലും മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. കാരണം നല്ല ഭംഗിയുണ്ട്. കാരണം അങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണ സമയത്ത് എന്ത് രസം എന്ന് പറയുക, നമ്മളതിലിങ്ങനെ ലയിച്ച് വെച്ചാൽ അതിലായിട്ട് ഇരിക്കും. നമ്മൾ വേറെ ഒരു എന്താ പറയുക പുറത്തുള്ള ഒന്നും ശ്രദ്ധിക്കില്ലെങ്കിലും ആ വെള്ളം ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. ആ ബ്യൂട്ടിയിൽ ഇങ്ങനെ എന്താ പറയുക അതിലിങ്ങനെ മുഴുകിയിരിക്കുമെന്ന് അറിയില്ല. അതേപോലെ കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ പറയാനുണ്ട് മോളെ. കാരണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു കുന്നുമലയിൽ നിന്ന് ഏറ്റവും അടിയിലേക്ക് ഇറങ്ങിപ്പോകണം. പക്ഷെ അത് ഇറങ്ങാൻ മടിക്ക് നമ്മളെന്തായാലും അവിടെ പോയിട്ട് ഇറങ്ങാതിരിക്കരുത്. കാരണം അത്രക്കും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അവിടെ കാണാൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കുന്നുണ്ട്, ഒരു കുന്നിങ്ങനെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മൊത്തത്തിൽ കാണാനുള്ള വ്യൂ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അവിടേക്ക് ഇറങ്ങാനുള്ള മടിക്ക് ഇറങ്ങാതിരിക്കരുത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട്, കാരണം ലൈക്ക് നമുക്ക് പറയാം നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന് എന്താ പറയുക ശക്തിയിൽ അടിയിലേക്ക് വരുമ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ മേത്തൊക്കെ ഇങ്ങനെ തെറിക്കും, ഇങ്ങനെ മഴച്ചാറുമില്ല അതേ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ. കാരണം നല്ലൊരു തണുത്ത സംഭവം ഇങ്ങനെ തെറിച്ച് വരുമ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ എടുക്കും, വ്ളോഗ് എടുക്കും, എന്താ പറയുക ഫോട്ടോ എടുക്കും. ഇതൊക്കെ തന്നെയാണല്ലോ നമ്മളെ പണി, പ്രത്യേകിച്ച് നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ എന്താ പറയുക മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് പോയിട്ടുള്ളത് വ്ളോഗിനുള്ളത്. അതേപോലെ തന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോസൊന്നും
അത്ര ക്ലിയർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് ലൈറ്റിൻ്റെ, അപ്പോൾ അതുകൊണ്ട് മുഖത്തേക്ക് വലിയ വെളിച്ചമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ വ്യൂ എന്താവില്ല, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യില്ല. സോ നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടട്ടെ, ഫേസിൽ അത്ര ക്ലിയർ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വിചാരിക്കുന്നത്. ഓക്കെ, സെറ്റായിട്ട് ആദ്യം വ്ളോഗ് ഇട്ടിട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ പിന്നീട് അതിമൊക്കെ പോലെ കൈമിട്ടുണ്ടെങ്കിൽ വ്ളോഗ് പിന്നെ പിന്നീടായിരിക്കും ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യുക. സോ ഇന്നലെ പോയ വ്ളോഗ് ഇന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വരാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ കുറേ നേരം കണ്ടിട്ട് നമ്മളൊരു കുന്നുമല കയറിയല്ലോ, തിരിച്ച് നമുക്ക് ഇറങ്ങിയത് തിരിച്ച് കയറണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴച്ചാലേക്ക് പോകണം. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം വാഴച്ചാലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടിക്കറ്റ് നമുക്ക് അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും കൂടി പോയിട്ട് പോകണം കേട്ടോ. അങ്ങനെയോട് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, വീഡിയോ ഓണാക്കിക്കണം. വലിയ ആനയെ പുലിയെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് ആരും ഒരു കുന്തവുമില്ല. പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കയറാന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെയായിട്ട് പോയി. അങ്ങനെ നമ്മളെന്താ പറയുക, വാഴച്ചാലൊക്കെ ഇങ്ങനെ എത്താനായിട്ടുണ്ട്. വീഡിയോ ഓണാക്കുന്നുണ്ട്, കാരണം ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. നമ്മൾ അത് സംഭവം കൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ നമ്മൾ വാഴച്ചാലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പാർക്കിങ്ങിനാണ് സംഭവം, മറ്റേ പോലെ ഷോപ്പുകളൊന്നുമില്ല കേട്ടോ. അതിനിത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിക്കറ്റ് തന്നെ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കയറാം. ഇവിടെ എന്താ മറ്റേ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടി വേറൊരു, അതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ എന്താ പറയുക, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പോയിട്ട് ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ നടക്കണം ആ ഭാഗത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല രസമുണ്ട് കേട്ടോ, സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പോയി എന്ന് വെച്ചാൽ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, കാണുന്ന ഭാഗങ്ങൾ. ഇങ്ങനെ മേലായിട്ട് അവിടെ ഫുള്ള് കെട്ടിട്ടൊക്കെയാണ്, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ വെള്ളത്തേക്ക്. അപ്പോൾ എന്താ പറയുക, നമുക്ക് തോന്നണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്താ പറയുക, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. അതുകൊണ്ടായിരിക്കാം കെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പാറകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു അറ്റം മുതൽ ഒരറ്റം വരെ ഇങ്ങനെ എന്താ പറയുക വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. എനിക്കിങ്ങനെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കാരണം അത്യാവശ്യം ലോങ്ങുള്ളതുകൊണ്ട് വീഡിയോ എങ്ങനെയാണ് വീഡിയോ ലൈക്ക് എന്താ പറയുക പറയണമെന്നൊക്കെ ഉണ്ടെന്നാൽ ലൈക്ക് പറഞ്ഞ് കഴിയുകയും ചെയ്ത് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണേണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടെന്ന് തന്നെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ലൈക്ക് ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ഭംഗിയുണ്ടെന്ന് പറയണേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് തന്നെ പറയാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം കാണുമ്പോൾ അതിലേക്ക് ഇറങ്ങാൻ തന്നെ നല്ലോണം തോന്നുന്നുണ്ട്. പക്ഷെ കെട്ടിട്ടോട് സമ്മതിക്കണില്ല. ലാസ്റ്റ് ഉമ്മയുടെ പറഞ്ഞു, ഉമ്മ എന്ന് ഇറങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. ഈ ഇറങ്ങിക്കും ഞങ്ങൾ ആരും പിന്നീട് എന്നെ പിടിക്കാൻ വരില്ല എന്നിട്ട് എന്നെ ഇട്ടിട്ട് ഓളിയോട് ഇരുന്നിട്ട് എല്ലാവരും സുഖം. എന്താ പറയുക, നമ്മളൊന്നും ഇതാക്കുമ്പോൾ നമ്മളെ തിരിച്ച് എന്താ പറയുക ഇതാക്കണില്ല, ഇറങ്ങേണ്ട മോളെ എന്നല്ല പറയണേ, ഇറങ്ങിക്കോ ആരും പിന്നിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിട്ട് എന്താ പറയുക ട്രോളാണ് ഇരുന്നിട്ട് എല്ലാവരും. അങ്ങനെ അതെല്ലാം വ്യൂ ഒക്കെ കണ്ട് കുറച്ചും കൂടി എന്താ പറയുക ഒരു സമയം നടക്കാനൊക്കെ ഉണ്ട്. ഈ കമ്പി കാണില്ലേ, ഈ കമ്പിയിൽ നിന്ന് ഞാൻ വിചാരിക്കും ഞാൻ എൻ്റെ അനിയത്തി കൂടി നമുക്ക് അറ്റം വരെ പോയൊക്കെ എന്തായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റം വരെ ഇങ്ങനെ നടന്നു പോയി. അറ്റെത്തുമ്പോൾ ഈ ഒരു അവസാനം കാണുന്നുണ്ട്. പിന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് എന്താ പറയുക വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ, രാവിലെ എണീച്ച് വരുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് അതൊക്കെ കണ്ടിട്ട് ഒരു ഊഞ്ഞാല കണ്ടിട്ട് അപ്പോൾ ഊഞ്ഞാല ആടാന്ന് വിചാരിച്ചു. സംഭവം 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് ഊഞ്ഞാല ആടാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇരുന്ന് എന്താ പറയുക തലേന്ന് തട്ടം പോയി തട്ടൊന്നിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക വീഴാൻ പോയി എന്ന് വെച്ചാൽ എൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം കാണാം. ഷോ എന്നിട്ടുള്ളത് അതിനതൊക്കെ ഇട്ടിട്ട് എന്താ പറയുക അവിടെ നിന്നിട്ട് ഞാനതൊക്കെ കഴിഞ്ഞ് പാർക്ക് കണ്ടപ്പോൾ ഉണ്ണിക്ക് പാർക്ക് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടോ. പാർക്ക് കയറിയത് അവിടെ ചെറിയൊരു പാർക്കത്തിനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു സ്ഥലം, പിന്നെ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് രസമുണ്ട് കാണാൻ. ഇവിടെ ചെറിയൊരു സംഭവം തന്നെയുള്ളൂ ഇവിടെ കാണാൻ. പക്ഷേ ആ ചെറിയ സംഭവത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെയും കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് വ്ളോഗിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കുരങ്ങന്മാരിപ്പോൾ കാണിച്ചു തരാം. ഇതായിരിക്കുന്ന ഒരു കുരങ്ങൻ. ഓക്കെ, അങ്ങനെ അതൊക്കെ കണ്ട് നേരെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യണം പോവാണ്. അപ്പോൾ നമ്മളൊരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നമ്മൾ മാനിനെ കണ്ട് ഗൈസ്, മാനിനെ. അപ്പോൾ അത് കണ്ടപ്പോൾ നേരെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വീഡിയോ കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ട് നേരെ അങ്ങനെ പല ഈ പോണ വഴിക്ക് നമ്മളെ ഡ്രീം വേൾഡ് സിൽവർ സ്റ്റോം ഒക്കെ ഉണ്ട്. നമ്മളത് ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ അവിടെ പോകുന്നില്ല. ഐ തിങ്ക് ഡ്രീം വേൾഡിൽ പോകാത്തതെന്നുള്ളത് സിൽവർ സ്റ്റോമിൽ ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ അവിടെ പോകണമെങ്കിൽ അതിനായിട്ട് ഒരു ഈസ് നമ്മൾ എന്താണ് സ്പെൻഡ് ചെയ്യണം. പിന്നീട് അങ്ങനെ പോകാനിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.